ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് ഓഫ് ടൈലർ ബേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറിഗാമി പേപ്പർ കൊണ്ട് ഒരു പേപ്പർ വാച്ച് ചെയ്യാം. കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരു വാച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ബ്ലൂ കളറ് സ്ക്വയർ പേപ്പർ, സ്ക്വയർ എന്ന് വെച്ചാൽ 15 സെന്റിമീറ്റർ വിഡ്ത്ത്, 15 സെന്റിമീറ്റർ ലെങ്ത്, അപ്പൊ ഈക്വല് പിന്നെ 15 സെന്റിമീറ്ററിന്റെ സ്ക്വയർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂവിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് ഡയൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൂ എടുക്കാം. സിസേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പേപ്പർ ട്രയാങ്കിൾ ഷേപ്പില് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു മാർക്ക് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റർ മിഡിൽ പോർഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഇതിന്റെ മിഡിലായിട്ട് വരുന്നത്, സെന്റർ ഇവിടെയാണ്. അപ്പൊ അതിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത്, അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ രണ്ട് സൈഡിൽ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പോർഷൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രണ്ട് സൈഡിലുള്ള ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് തിരിച്ചു വെച്ച് ഇവിടുന്ന് ഈ നേരെ നമ്മളിവിടെ നേരത്തെ മടക്കി വെച്ച മടക്കുണ്ട്, ആ ഒരു ഇതിലേക്ക് നേരെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കേട്ടോ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും രണ്ട് സൈഡിലേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ചു, തിരിച്ച് നേരെ ഹാഫ് ആക്കുക. ഇതിപ്പോ ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണല്ലോ അതിന്റെ ഇവിടെ പിന്നെ വീണ്ടും ആ മാർക്ക് കാണുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഇവിടെ നിന്ന് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ മടക്കുള്ള ഭാഗമാണ് ഫോൾഡ് ചെയ്യുന്നത്, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. അപ്പൊ അത് ഫോൾഡ് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഇതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് കൂടി നേരെ ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ ഷേപ്പിലായി കൊടുക്കും. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഫിംഗർ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിന്റെ ഈ സെന്റർ ലൈന് നമുക്ക് ഈ ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട്
ഫോൾഡ് ചെയ്ത് കിട്ടും. അതേപോലെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്യുക. ഈ ഒരു ലൈൻ ഉണ്ട്, പിന്നെ ഇതിങ്ങനെ ഒന്ന് ഇവിടുന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മാത്രം പിടിച്ചിട്ട് ഈ സെന്ററിലെ ഭാഗം ഈ സെന്ററിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് വരും. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ, ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിങ്ങോട്ടേക്ക് വെക്കുക. അതേപോലെ ഇപ്പുറത്തെ ഭാഗം തിരിച്ച് വെക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ചു, തിരിച്ച് ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെക്കും. ഇനി ഈ കോർണർ, ഈ മേലത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ, അത് നേരെ രണ്ടും താഴെ വരെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ രണ്ട് സൈഡിലും ഫോൾഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് അതും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഇതിങ്ങോട്ടേക്ക് മടക്കി കൊടുത്ത് തിരിച്ച് ഇത് ഇവിടെ വെച്ച് കണ്ട, ഇവിടുന്നാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഈ മടക്കിനെടുക്കുന്ന നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തുറന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ഷേപ്പില് ഒന്ന് മെല്ലനെ, അപ്പൊ നമ്മള് പേപ്പർ വാച്ച് റെഡിയായി അല്ലേ. ഇനി നമുക്ക് ഡയല് വേണമെങ്കിൽ വരച്ചൊട്ടിക്കാം. അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് ഡയല് വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള വാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് മോഡലില് വാച്ച് റെഡി ആയിട്ടുണ്ടല്ലേ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു സെക്കൻഡ് വേറൊരു മോഡലും കൂടെ ഞാൻ കാണിച്ചു തരാം. അതും ഒരു പേപ്പർ കൊണ്ട് ചെയ്ത് നോക്കാം. പേപ്പർ സ്ട്രിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇത് ചെയ്യാൻ ചിലപ്പോൾ അറിയായിരിക്കും. നമ്മൾ പണ്ട് ഓല കൊണ്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്യാനാണ്. അപ്പോൾ ഇതിവിടെ ഈ പേപ്പർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വെച്ചു. പിന്നെ നമുക്ക് ഇത് ഇവിടത്തേക്ക് കൊടുത്തു ഫോൾഡ് ചെയ്ത്. ഇനി ഇത് ഇതിലേക്കൂടി ഇടുക. മനസ്സിലായോ? ഫസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. പേപ്പർ ഇങ്ങനെ വെച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത്, ഇവിടുന്ന് ഈ ഭാഗം ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൂടെ കണ്ടോ, ഇതിന്റെ ഉള്ളിലേക്കൂടെ പാസ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ബാക്കി വന്നിട്ടുണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാച്ച് റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഡയൽ ഒന്നിക്കൽ വരച്ചു കൊടുക്കാം. അല്ല ഡയല് നമുക്ക് വരച്ചത് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം.
ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഡയറി ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒട്ടിച്ച് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ബാക്കിയുള്ള ഭാഗം കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെറുതെ ഒരു സർക്കിൾ വരച്ച് അതിന്റെ പുറത്തൂടെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെയും നമുക്കൊരു സ്ക്വയറിൽ വരച്ചു കൊടുക്കുക. ഉണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. നിങ്ങൾ ഇതിലൊരു ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക് യു.